അതായത് നമുക്ക് ഇന്ന് കിട്ടിയ ഒരു വലിയ പണിയുണ്ടല്ലോ, ആ പണി നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവനാണ് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഒരു കളങ്കളം സ്റ്റൈലിലുള്ള ഒരു സാധനം കൂടെ നമ്മൾ വെച്ചേക്കുന്നുണ്ടോ? ഇതൊന്നും നിങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞു തരത്തില്ല. ഇങ്ങനെ വേണം നമ്മൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പോലെ നമ്മുടെ സെൻ കാർബണിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട് ആദ്യമേ തന്നെ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എൻജിൻ ബേ ഉണ്ടല്ലോ, നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് കളർ അടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഏത് കളർ വേണം, ബ്ലാക്ക് വേണോ തത്തമ്മപ്പച്ച വേണോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ് ബ്ലാക്ക് തന്നെ മതിയെന്ന്. അതുകൊണ്ട് നമ്മളാണ് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഈ ഒരു എഞ്ചിൻ റൂമിന് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എഞ്ചിനിൽ നമ്മൾ കുറച്ചൊന്ന് ക്ലീൻ ആക്കി അതിൻ്റെ മെക്കാനിക്കൽ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തെടുക്കുക എന്നുള്ളൊരു ഗോളാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഇവിടെ ഇവർ ഈ പാച്ച് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പാച്ചിൻ്റെ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അത് പ്രോപ്പറായിട്ട് ജൂബിന് ഇങ്ങോട്ടൊന്ന് കാണിച്ചാൽ ഈ ചാസിയുടെ അറ്റത്തോടൊന്ന് കാണിച്ച് ഇതൊക്കെ കണ്ടോ, ഇത്ര വൃത്തിയായിട്ടാണ് അവർ ആ സാധനം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഒരു പാടോ ഒന്നുമില്ല, കറക്റ്റ് ട്രിം ചെയ്ത് പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഫാക്ടറിയിൽ നിന്ന് ഒരു പുതിയ വണ്ടി എങ്ങനെ ഇറങ്ങുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ റോഹിത് മോട്ടോഴ്സ് ഈ ഒരു ഫ്രണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്. ഇനി നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നില്ല, ഇവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, വളരെ അടിപൊളി ഒരു സാധനമാണെന്നുള്ളത്. അതായത് നമുക്ക് ഇന്ന് കിട്ടിയ ഒരു വലിയ പണിയുണ്ടല്ലോ, ആ പണി നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞാണ് നമ്മൾ ചെയ്ത വീഡിയോ ഏതാണ്ട് ഒത്തിരി ആൾക്കാർ കണ്ടു, ഒത്തിരി എൻക്വയറേഷൻ വന്നെന്ന് പറഞ്ഞു. ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, ബാ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമായിരിക്കും, എനിക്ക് കുറച്ചൊരു സന്തോഷമുണ്ട്. ആദ്യത്തെ ദിവസം ഈ ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് ഏകദേശം പ്രോപ്പറായിട്ടുണ്ട്, നല്ല രീതിയിൽ അത് റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഈ രണ്ട് പ്ലാറ്റ്ഫോം ഫുള്ള് തിരുമ്പിച്ച് പോയേക്കുമായിരുന്നു. ഫ്രണ്ടിൽ ആ ഒരു ഗിയർ ബോക്സിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അഖിലിപ്പോൾ ഷോർട്ട്സൊക്കെ കാണിച്ചു തരും. അത് ഫുള്ള് ദ്രവിച്ച് പോയിരുന്നു. അതൊക്കെ ഒറിജിനൽ പാർട്സ് ഇട്ടിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. ഇവിടെ പോലും നമ്മുടെ റണ്ണിങ് ബോർഡ് പോലും എക്സ്ട്രാ പീസ്, അതായത് മാരുതി ഒറിജിനൽ പാർട്ടുകൾ ഇവർ സോഴ്സ് ചെയ്ത് എടുത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ റോഹിത്തിൽ ഈ പഴയ കാറുകൾ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, ഇവർ മാരുതിയുടെ ഒരു ഓതറൈസ് സർവീസ് സെൻ്ററാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു തെള്ളകത്തുള്ള ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ്, ഫ്രീ സർവീസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇനി കമ്മിങ് ടു അവർ പാർട്ട്, ദാണ്ടെ ഇവനാണ് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ദാണ്ട് അലുമിനിയം ഫോയിൽസാണ് വരുന്നത്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ്, താഴെ നിന്നുള്ള ഹീറ്റ് ഒന്നും മുകളിലോട്ട് വരാതിരിക്കാനാണ്. ഇതൊരു റബ്ബറിൻ്റെ മെറ്റീരിയൽ, ഇതുണ്ടോ, ഇതൊരു റബ്ബറൈസ്ഡ് മെറ്റീരിയലാണ്. ഇതിവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് ദാണ്ട് ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യും. പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ദാണ്ട് ഈ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ അതവിടെ ഉറച്ചു വന്നോളും. അങ്ങനെ ഉറച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയാലോ, അതായത് ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വെള്ളം വീണെന്ന് ഓർത്തോ, വെള്ളം വീണാൽ അത് താഴോട്ട് പോകത്തില്ല, അതായത് മെറ്റൽ സർഫസുമായിട്ട് വരത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും തുരുമ്പ് പിടിക്കത്തില്ല. അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. പലരും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഗ്യാരണ്ടിയാണ്, അതായത് ഒരു കാരണവശാലും വെള്ളം ഇറങ്ങത്തില്ല, നിങ്ങൾക്ക് പിന്നെ തുരുമ്പ് പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എത്ര വണ്ടികളാണെന്നറിയാം പാച്ച് വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു കിടക്കുന്നത്, നിങ്ങൾ തന്നെ നോക്കിയറിയാം ചുറ്റും. അതായത് പുറത്തൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. റാന്നി നിന്നൊക്കെ റെഡ് സെൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. നല്ല രസമായിട്ടാണ് ഇവർ വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു സാധനം കൂടെ ചെയ്തു, അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ കണ്ടോ, ഒരു കളങ്കളം സ്റ്റൈലിലുള്ളൊരു സാധനം കൂടെ നമ്മൾ വെച്ചേക്കുന്നുണ്ടോ? അത് വേറൊരു മെറ്റീരിയലാണ്. ഇതൊന്നും നിങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞു തരത്തില്ല, ഇങ്ങനെ വേണം നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ ചെയ്യാൻ. ആ ഒരു മെറ്റീരിയൽ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എഞ്ചിൻ നോയ്സസ്, എന്നു പറഞ്ഞാൽ സീറോ എഞ്ചിൻ നോയ്സ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സോസിൻ്റെ ആ ഒരു നല്ലൊരു സൗണ്ട് അല്ലാതെ ബാക്കി സൗണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും ആ ഒരു സൗണ്ട് പ്രൂഫിങ് മെറ്റീരിയൽ എന്നാണ് അതിന് ആ ഒരു സാധനത്തിന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം വളരെ രസമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ കണ്ട വേർക്കുന്നൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ അങ്ങനെ പണിയെടുക്കാൻ അല്ലെങ്കിൽ ഈ വണ്ടികൾ ഇഷ്ടമുള്ള ആൾക്കാർക്കറിയാം, ഇതൊന്നും വി ഡോണ്ട് കെയർ. നമുക്ക് ചൂടാന്നോ അല്ലെങ്കിൽ വെയിലാന്നോ ഒന്നും പ്രശ്നമില്ല. നമ്മൾ എവിടെയും പോയി നിന്ന് ആ ഒരു സാധനം, ഇപ്പോൾ ഇന്നലെ ഞാൻ വേറൊരു വണ്ടി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഉടനെ അത് കാണാം. ഒരു പ്രൊജക്ട് കാറോടെയാണ്. അപ്പോൾ ആ കാർ ആദ്യമായിട്ടാണ് വാഷ് ചെയ്തത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ എടുത്തു. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന്. ഇല്ല, ഞാനവിടെ നിന്ന് വണ്ടി കഴുകുന്നതിൻ്റെ അണ്ടർ ബോഡിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ കണ്ടിട്ടാണ് ചെയ്ത്. നിങ്ങൾ പറഞ്ഞ പോലെ ഇത്തവണ ഞാൻ തുരുമ്പുണ്ടോ എന്ന് സ്പെഷ്യലായിട്ട് നോക്കിയിട്ടാണ് വണ്ടി എടുത്തത്. തുരുമ്പില്ലെന്നാണ് എൻ്റെ കൂടെയുള്ള ടെക് മാഗിയിലെ മറ്റേ മാസ്റ്റർ ആൽവിൻ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നമ്മൾ അകമൊക്കെ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിക്കിയുടെ പോർഷനിലേക്കൊക്കെ വരുമ്പോഴും നമ്മൾ ആ ഫ്രണ്ടിൽ ഡാഷ് വെച്ചു കേട്ടോ, അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ട് നമ്മുടെ ഡാഷ് ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഭയങ്കര രസമായിട്ടുണ്ട്. ഇപ്പം വണ്ടി കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു പുത്തൻ വണ്ടി എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരുന്നുണ്ട്. ഈ ഡാഷ് ബോർഡൊന്നും പെയിൻ്റ് അടിക്കേണ്ട, ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിന് കൊടുക്കുമ്പോൾ
ഡാഷ്ബോർഡിനൊക്കെ കളർ കൊടുക്കണമെങ്കിൽ നിങ്ങൾ പറ, ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് മാത്രം ഒന്ന് കളർ ചെയ്തെടുക്കാം. കാരണം വെച്ചാൽ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് കൂടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെറ്റീരിയലിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ റോഹിത് മോട്ടോഴ്സ് നമ്മുടെ തെള്ളകത്തുണ്ട്, അവരുടെ ഒരു മറ്റേ മാരുതി ഓതറൈസ് സെൻറ്റർ. പിന്നെ വരുന്നത് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ പുറകിലായിട്ടാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ പുള്ളിനെ ഒന്നര വിളിച്ചാൽ മതി. ഒത്തിരി കോൾസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ വിളിക്കുക. ഈ മെറ്റീരിയൽ എന്താണെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളൂ. സെന്ന് മാത്രമല്ല, എല്ലാ വണ്ടിക്കും ഒരു യൂസ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അവിടെ വേറൊരു കാറിനൂടെ കിടപ്പുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് മറ്റേ സിനിമയ്ക്ക് നമ്മൾ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ അകത്ത് പറയുന്നതല്ലേ, കൺട്രിയിൽ ആകെപ്പാടെ 4 വണ്ടിയേ ഉള്ളൂ, ഇവിടെ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആകെപ്പാടെ 300 വണ്ടിയേ ഉള്ളൂ. നമ്മുടെ റോഹത്തിൽ ഇപ്പോൾ 2 എണ്ണം കിടപ്പുണ്ട് പണിയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ അടുത്ത ദിവസം ഉടനെ തന്നെ നമ്മൾ എഞ്ചിൻ കയറ്റും. എഞ്ചിൻ ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊന്ന് പെയിൻ്റ് അടിച്ച് നമുക്കൊന്ന് ക്ലീനപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി വണ്ടി ഒന്ന് പെയിൻറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ കാർബണിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ബ്ലാക്ക് കീപ്പ് ചെയ്യാം. എനിക്ക് ബ്ലാക്ക് കീപ്പ് ചെയ്യണമെന്നാണ്. ഇനി അതല്ല, കുറച്ചുകൂടി ഒരു പോപ്പി കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് കാർബൺ ആവും വേറെ കളറിൽ, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കാർബൺ എന്നുള്ള ഇത് വരുന്നുണ്ട്. പിന്നെ ഈ ടയറുണ്ട്. ഈ ടയർ ശരിക്കും പറഞ്ഞാൽ ആ ചാസി ബെൻഡായി ഈ ടയർ മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കെൻഡയുടെ ഒരു ടയർ, ഇത് ആർക്കെങ്കിലും സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതും കൂടെ ഒന്ന് പറയാം. ഇങ്ങനെയാണ് നമുക്ക് 2 ടയറോടെ മാറിയിട്ടേക്കാം. അതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ വന്നിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ റൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.